ഇപ്പോൾ മൈത്രേയൻ എന്ന വ്യക്തിക്ക് ആക്ച്വലി എൻ്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതി എങ്ങനെയാണെന്നുള്ളത് ഏറെക്കുറെ എനിക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ താങ്കൾ ചിന്തിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് താങ്കളുടെ ഏജിലുള്ള ആ ഒരു ആളെ പോലെയേ അല്ല താങ്കൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും. അപ്പോൾ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എൻ്റെ ഒരു ഏജിലുള്ള ആളുകളെ പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്, അത് എനിക്ക് സൊസൈറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ വല്ലതെ കുറിച്ച്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിനെ പറ്റി എനിക്കറിയാം. ലോകം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും മനുഷ്യചരിത്രം എങ്ങനെയാണെന്നും മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആകുന്നതെന്നും അങ്ങനെ വ്യക്തിഗതമായിട്ട് മാത്രമല്ല അത് ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യവും ലോകത്ത് ഞാൻ എവിടെ ജനിച്ചു വളർന്നു എന്നും ആരുടെ വീട്ടിലാണ് ജനിച്ചു വളർന്നതെന്നും എന്തൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അറിയുന്ന കാരണം കൊണ്ടാണ് എനിക്കുണ്ടാകുന്ന മാറ്റം. ആ എക്സ്പോഷർ, അത്തരത്തിലുള്ള ഒരു പരിചയപ്പെടൽ ലോകത്തിനെ പറ്റി ഇല്ലാത്ത എല്ലാ ആളുകളും അവരുടേതായ കൊച്ചു ലോകങ്ങളിനകത്ത് കഴിയും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവരെപ്പറ്റി പ്രത്യേകിച്ച് നമുക്ക് അവർ മോശമാണോ അങ്ങനെയുള്ള അർത്ഥത്തിലേ അല്ല. ഞാൻ ഈ ട്രൈബലായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് മറ്റേ എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശം കാര്യമായിട്ടൊന്നുമല്ല കാണാൻ. നമ്മൾ ഈ പ്രാകൃതം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ലത്. നമുക്ക് അഡ്വാൻസ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രിമിറ്റീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ബാധ്യത വരും. നമുക്കിതൊക്കെ വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് വിവേചനപരമായിട്ടും അതുപോലെ തന്നെ മോശപ്പെടുത്തുന്ന യുക്തികൾ അതിനകത്ത് വെക്കാൻ സത്യത്തിൽ എനിക്കതില്ല. പക്ഷേ വാക്കുകളതെല്ലാം അങ്ങനത്തെയാണ്. ഇഷ്ടംപോലെ എന്താ പറയണ്ടേ, വിവേചനങ്ങളും അതുപോലെ തന്നെ പുച്ഛങ്ങളും ഒക്കെ നിറഞ്ഞ വാക്കുകളാണ് അതെല്ലാം. അതുകൊണ്ടാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാതറിങ് സൊസൈറ്റി, കൃഷിക്കാർ, വ്യവസായം എന്ന് പറയുന്ന 3 കാറ്റഗറി ഉപയോഗിച്ചാലാണ് ഞാൻ മനുഷ്യരെ തരംതിരിക്കുന്നത്. അപ്പോൾ കൃഷി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊന്നും മലയാളത്തിൽ നമുക്ക് അങ്ങനത്തെ വാക്കുകളൊന്നുമില്ല. കൃഷി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന വാക്കൊന്നും നമുക്കൊരു വാക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ചരിത്രം പഠിക്കുകയോ ആന്ത്രോപോളജി പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു സമൂഹമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ മലയാളം എഴുതുന്ന സമയത്ത് ആദ്യം അനുഭവിച്ചൊരു കാര്യമാണ് പേരൻറ്റിങ് എന്ന് പറയുന്ന വാക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലും അതിന് കറസ്പോണ്ടിങ് ആയ ഒരു മലയാളം വാക്ക് കണ്ടില്ല. ഞാനന്ന് ആദ്യമായിട്ട് അത് എഴുതിയത് അച്ഛനമ്മ പ്രവർത്തനം എന്ന് എഴുതാൻ ബാധ്യത. നമുക്ക് രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിക്കുന്ന യുക്തികളാണ് കെയർ ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനകത്ത് വരത്തില്ല. അപ്പോൾ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോലി എടുക്കുന്നവർ ചെയ്യുന്ന എന്തോ ഒരു പണിയായിട്ട് വരുന്നവർ. അപ്പോൾ ഇത് നമുക്ക് ആ കൃത്യം ഇംഗ്ലീഷിൽ പേരൻറ്റിങ് എന്ന് പറയുന്നതിന് നമുക്കൊരു വാക്കില്ല. ഇങ്ങനെ വാക്കുകളുടെ അഭാവങ്ങളുണ്ട്. അത് ചില വേർഡ്സ് ഇംഗ്ലീഷിൽ അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളിനും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുതിയ വാക്കുകൾ രൂപപ്പെടേണ്ടതുണ്ട്.